ഹായ് ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ അനവധി ചോയ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നത് എപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടായാൽ തെറ്റായ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ പണം നഷ്ടപ്പെടുത്തുന്ന ആ ഒരു പരിപാടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും വിട്ടു നിൽക്കണമെന്ന് പറയുന്ന, നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത 10 ഓപ്ഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായൊരു കാര്യമാണ്. പല വിധത്തിലുള്ള ധാരാളം പ്ലാനുകളും വലിയ സ്കീമുകളും പല കമ്പനികളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവയിൽ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇൻഷുറൻസ് കവറേജിനോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേണും കൂടി നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു മിക്സഡ് പ്ലാനാണിത്. അപ്പോൾ യൂലിപ്പുകളിൽ ആകർഷകരാകുന്ന ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഇൻഷുറൻസ് കവറേജ് കുറവും അതുപോലെ ഫീസ് മറ്റ് എക്സ്പെൻസുകളൊക്കെ കൂടുതലുമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടെ റിട്ടേൺ നൽകുന്നത് കൊണ്ട് ഇൻഷുറൻസിൻ്റെ ആ ഒരു പാർട്ടിനെ ഇവർ വലിയ കാര്യമാക്കുന്നില്ല. അവർ ആ റിട്ടേൺ പാർട്ടിനെ ആയിരിക്കും കൂടുതലായി ശ്രദ്ധിക്കുക. അത് കാരണം ഏജൻറ്റുകൾ കൂടുതൽ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത് ഈ ഒരു പ്ലാൻ എടുക്കാനായിരിക്കും. കാരണം ഇതിലവർക്ക് നല്ല കമ്മീഷനും അതുപോലെ നല്ല ഫീസുകൾ ആ കമ്പനിക്കുമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഇതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ് മാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മെച്യൂരിറ്റി കഴിയുന്നത് കൂടെ നമുക്ക് യാതൊരു റിട്ടേണും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് കരുതി ദുഃഖിതനാവേണ്ട കാര്യമില്ല. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ മരണപ്പെട്ടിട്ടില്ല, അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. മരണപ്പെട്ടാലാണല്ലോ ഇൻഷുറൻസിൻ്റെ കാര്യമായ റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ല എന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് മാത്രം ലക്ഷ്യമാക്കി ഒരു സിമ്പിളായിട്ടുള്ള ടേം പ്ലാൻ എടുക്കുക. മറ്റ് റിട്ടേണുകളൊന്നും നമ്മൾ ഇൻഷുറൻസിന് പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വേണമെങ്കിൽ നമ്മൾ വേറെ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും FD റിട്ടേൺ ആയാലും ശരി അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഉണ്ടാക്കുക. ഒരിക്കലും ഇൻഷുറൻസ് പ്ലാനിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ, വലിയ റിട്ടേണുകൾ പ്രതീക്ഷിച്ച് ഹൈലി റിസ്കി ആയിട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ പണം ഇറക്കുന്നവരുണ്ട്. ഇപ്പോൾ F&O അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ സക്സസ്ഫുള്ളായ ധാരാളം ആളുകളുണ്ട്. ഉദാഹരണത്തിന് സിഗരറ്റും മദ്യവും കഴിച്ച് 100 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവരും ഇങ്ങനെ സിഗരറ്റും മദ്യവും കഴിച്ചാൽ 100 വയസ്സ് വരെ ജീവിക്കണമെന്നില്ല. ചിലരെ പകുതിയാകുമ്പോൾ തന്നെ തട്ടിപ്പോകാം. അപ്പോൾ എല്ലാ രംഗത്തും നമുക്ക് ഇത്തരം എക്സെപ്ഷണൽ കേസുകൾ കാണാൻ കഴിയും. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെ ലയണൽ മെസ്സി, ഷാരൂഖ് ഖാൻ, ഇവരൊക്കെ അവരവരുടെ മേഖലകളിൽ സക്സസ് ആയവരാണ്. അത്തരം മേഖലകളിൽ അവസരങ്ങൾ വളരെ കുറവാണ്, അതിൻ്റെ പ്രൊബാബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്, അത്രമാത്രം ദുഷ്കരമാണ് F&Oയിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളത്. കാരണം അതൊരു സീറോ സം ഗെയിമാണ്. ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ ലാഭമാകുന്ന ഒരു സ്പെക്കുലേറ്റീവ് ഗെയിമാണ്. ഇപ്പോൾ വാരൻ ബുഫെ പറഞ്ഞതുപോലെ ഇതൊരു ന്യൂക്ലിയർ വെപ്പണാണ്, അല്ലെങ്കിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന ഗണത്തിൽപ്പെടുത്തേണ്ടതാണ് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി അടുത്തത് ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ്. ഇത് മറ്റൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിംഗ്, 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ഒക്കെ കൊണ്ട് പണം ഡബിളാക്കാനുള്ള പരിപാടി, അത്തരം സ്വിംഗ് ട്രേഡുകൾ, ഇങ്ങനെയൊക്കെ നമ്മളെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പലരെയും കാണാൻ പറ്റും. ഇപ്പം നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നത് ഒരാൾക്കും പ്രവചിക്കാനാവില്ല. കാരണം കോടിക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് മനസ്സുകളിലെ തീരുമാനങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. അത് എത്രമാത്രം പ്രവചനാതീതമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കൃത്യമായി പ്രവചിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ മറ്റ് എല്ലാ ബിസിനസ്സുകളും അവിടെ നിർത്തി കുറേ എക്സ്പേർട്ടുകൾ ഹയർ ചെയ്ത്, കുറേ സോഫ്റ്റ്വെയർ അനലിസ്റ്റുകളൊക്കെ ഹയർ ചെയ്തുകൊണ്ട്, ആൽഗോ ഒക്കെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരെയൊക്കെ ഹയർ ചെയ്തുകൊണ്ട് അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് ഈസിയായിട്ട് പണം ഉണ്ടാക്കാമായിരുന്നല്ലോ. അപ്പോൾ ടിപ്പ് പ്രൊവൈഡേഴ്സും അതേപോലെ സോഷ്യൽ മീഡിയ കോഴ്സ് വിൽപ്പന ചെയ്യുന്ന ആളുകളൊക്കെ കൂടി ആളുകളെ ഇത്തരം ട്രേഡുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ പണം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഷോർട്ട് ടേം ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള മറ്റൊരു മാർഗം. ഇനി അടുത്തതാണ് ആക്റ്റീവ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ.
ഇപ്പം നിങ്ങൾക്കറിയാം നിഫ്റ്റിയിലെ ടോപ്പ് 100 കമ്പനികളിൽ 80% മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഫണ്ടുകളാണ് ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ പാസീവായ ഫണ്ടുകളായ ഇൻഡെക്സ് ഫണ്ടുകളും ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അപ്പോൾ ഇൻഡെക്സിനെ കോപ്പി ചെയ്തുകൊണ്ട് ഫണ്ട് മാനേജർക്ക് വേറെ ഒരു പണിയുമില്ലാത്ത അത്തരം ഇൻഡെക്സ് ഫണ്ടുകളിൽ പൊതുവെ എക്സ്പെൻസ് റേഷ്യോയും കമ്മീഷനൊക്കെ വളരെ കുറവായിരിക്കും. എന്നാൽ ലാർജ് ക്യാപ് ആക്റ്റീവ് ഫണ്ടുകളിൽ ഫണ്ട് മാനേജർമാർ കാര്യമായി അധ്വാനിച്ചാലും അവർക്ക് ഇൻഡെക്സ് ഫണ്ടുകളുടെ അതേ റിട്ടേൺ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ഒരുപക്ഷെ അതിൽ താഴെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. മാത്രമല്ല ഹൈ എക്സ്പെൻസ് റേഷ്യോ അതിനുവേണ്ടി അവർ ഈടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിന് പകരം നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി 100 പോലെയുള്ള ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള ഒരു ചോയ്സ്. ഇനി നമ്മൾ പണം നഷ്ടപ്പെടുന്ന മറ്റൊരു മേഖല പറയുകയാണെങ്കിൽ പിയർ ടു പിയർ ലെൻഡിങ് ആണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണിത്. കടം കൊടുക്കുന്നവരും കടം വാങ്ങുന്നവരും മീറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് പ്ലാറ്റ്ഫോമാണിത്. ഇതിന് പല ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തനം നടന്നത്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് FDയേക്കാൾ ഇൻട്രസ്റ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിനെ ഇതിലേക്ക് അവർ ആകർഷിക്കുന്നത്. അപ്പോൾ 8% അല്ലെങ്കിൽ 9% FD റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വരെ നിങ്ങൾക്ക് 12-14% വരെ റിട്ടേൺ നൽകാമെന്ന് വ്യാമോഹിപ്പിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ഇതിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കടം വാങ്ങിയവർ എന്തെങ്കിലും ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ ഈ ബാങ്കുകളിൽ നിങ്ങളുടെ നിക്ഷേപം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന പിയർ ടു പിയർ ലെൻഡിങ്ങിൽ ഒരിക്കലും വലിയ പരിരക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട്, അതായത് ചെറിയ 2-3% ഒരു ഇൻട്രസ്റ്റ് റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇത്ര വലിയൊരു റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അവിടെ 100% സെക്യൂർ ആയിട്ടുള്ള ബാങ്ക് FD ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇനി അടുത്തതാണ് കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. FDയേക്കാൾ വലിയ ഇൻട്രസ്റ്റ് വാഗ്ദാനം ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണിത്. ഒരു കമ്പനി തൻ്റെ ബിസിനസ് ആവശ്യത്തിന് പണം കണ്ടെത്താൻ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ആ കമ്പനിയെ പറ്റിയുള്ള ഒരു മോശം ഇമ്പ്രഷനാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം അവർക്ക് ആ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ കടം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ കമ്പനി ബാങ്കുകളിൽ പോയി കടമെടുക്കുന്നില്ല? കാരണം അവിടെ ഷുവർട്ടി നൽകണം, അസറ്റ് ജാമ്യം വെക്കണം, പല നൂലാമാലകളുണ്ട്, അവിടെ ഡിഫോൾട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉടൻ തന്നെ ബാങ്കുകൾ അവർ റിക്കവർ ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകളെ തന്നെ നമുക്ക് നോക്കാം. അത് AAA റേറ്റഡ്, C റേറ്റഡ്, D റേറ്റഡ് എന്നൊക്കെ പറഞ്ഞ പല റേറ്റിങ്ങും അതിന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്ര റേറ്റിംഗുകൾ കൊടുക്കാൻ കാരണം അവർ തിരിച്ചടവ് ഡിഫോൾട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, തിരിച്ചടക്കാത്തത് കൊണ്ടാണ് അത്തരം റേറ്റിങ്ങുകളൊക്കെ പോകാൻ കാരണം. അപ്പോൾ ഇങ്ങനെ വളരെ റിസ്കി ആയിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കോർപ്പറേറ്റ് ബോണ്ടുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് പോലെ തന്നെ റിസ്ക്കിയാണിത്. ഇപ്പോൾ ഈ ലോ റിട്ടേൺ നൽകുന്ന ഈ കോർപ്പറേറ്റ് ബോണ്ടിൻ്റെ റിട്ടേണും 12-13% മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് പകരം നമുക്ക് 50% നമ്മുടെ പണം 50% FDയിലും 50% മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ചാൽ പോരെ. ഇനി മറ്റൊന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണി ചെയിൻ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. പ്രൊഡക്റ്റ് ബേസ്ഡായി ആ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ ആവശ്യക്കാർക്ക് മാത്രം അത് വിൽക്കുകയാണെങ്കിൽ അത് വിജയകരമായിരിക്കും. എന്നാൽ ലെഫ്റ്റിലും റൈറ്റുകളും ആളുകളെ ചേർത്തുകൊണ്ട് അതിലൂടെ പണമുണ്ടാക്കാൻ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ ചെയ്യുന്നത് ഇതിന് ഈ പ്രൊഡക്റ്റിനോട് താല്പര്യമില്ലാത്ത ആളുകൾക്കൊക്കെ ഇതിൽ പിടിച്ചു ചേർത്തിട്ട് അവരിൽ നിന്ന് വലിയ പണം വാങ്ങിക്കൊണ്ട് അവർ കുറച്ച് കഴിയുമ്പോൾ അവർക്കത് ചീറ്റ് ചെയ്യപ്പെട്ടതായി തോന്നുകയാണ്. കാരണം അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് അല്ല അവർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പരാതികളുടെ പ്രവാഹം സ്റ്റേഷനുകളിലും മറ്റൊക്കെ പോകും. അങ്ങനെ ആ കമ്പനി ഒരുവിൽ ഗത്യന്തരമില്ലാതെ മുങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരള ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇങ്ങനെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണി ചെയിൻ മോഡലിലുള്ള ഇത്തരം പരിപാടികൾ നടന്നിട്ടുണ്ട്, അത് തകരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും സസ്റ്റൈനബിളായിട്ട് അല്ലെങ്കിൽ സുസ്ഥിരമായി നിലനിൽക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഇത്തരം ബിസിനസ്സുകളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്ന ഒരു സാധനമാണ് പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറി ഹൈ റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. പെന്നി സ്റ്റോക്കുകൾ ചരിത്രം പരിശോധിച്ചാൽ 100-ൽ 1-2 സ്റ്റോക്കുകളായിരിക്കും മൾട്ടി ബാഗർ റിട്ടേൺ ആവുക. അപ്പോൾ ബാക്കി 98% ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഹൈ ഡെപ്റ്റ്, അതുപോലെ പുവർ സെയിൽസ് ഗ്രോത്ത്, ചിലപ്പോൾ തീരെ സെയിൽസ് തന്നെ നടക്കാത്ത കമ്പനികൾ.
അതുപോലെ യാതൊരുവിധ ലിക്വിഡിറ്റിയും ഉണ്ടാവില്ല. നമ്മൾ വാങ്ങാൻ ശ്രമിച്ചാൽ അത് വിൽക്കാൻ ആളുണ്ടാവില്ല, വിൽക്കാൻ ശ്രമിച്ചാൽ വാങ്ങാൻ ആളുണ്ടാവില്ല. ഇത്തരം യാതൊരു ലിക്വിഡിറ്റിയും ഇല്ലാത്ത ഇത്തരം ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? എന്തിനതിന് തല വെച്ച് കൊടുക്കണം? അപ്പോൾ പലരും പറയാനുള്ളത് ടൈറ്റാൻ ഒരു കാലത്ത് പെനി സ്റ്റോക്ക് ആയിരുന്നല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ അതിന് ഒരു മറുപടി ഉള്ളത്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ SSLC തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് SLC തോറ്റവരെല്ലാം സച്ചിൻ ടെണ്ടുൽക്കർ ആകും എന്ന അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകും എന്ന അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ആഫ്റ്റർ ഓൾ ഏത് സ്റ്റോക്കിലും അതിൻ്റെ ബിസിനസ്സിന് ഭാവിയുണ്ടോ, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഓക്കെയാണോ എങ്കിൽ മാത്രമാണ് ആ സ്റ്റോക്കിൽ വില കുറവാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫണ്ടമെൻ്റൽസ് നോക്കാതെ, അതിൻ്റെ ബിസിനസ് നോക്കാതെ കണ്ണുമടച്ച് വില കുറവാണ് എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. പെനി സ്റ്റോക്കിൽ നിന്നും പൂർണ്ണമായിട്ടും, അത്തരം പെനി സ്റ്റോക്കുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കേണ്ടതും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹെൽത്തിന് ആവശ്യമാണ്. അടുത്തതാണ് IPO എന്ന് പറയുന്നത്. ഒരു കമ്പനി അവരുടെ ഷെയറുകൾ വിൽക്കുന്നത് ആ വിൽപ്പനയിലൂടെ വലിയൊരു ഫണ്ട് സമാഹരിക്കാനാണ്. അപ്പോൾ ഒരിക്കലും കമ്പനി നഷ്ടത്തിൽ അവരുടെ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കുകയില്ല. അപ്പോൾ IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന ഇതൊരു ഓഫറാണ്. അപ്പോൾ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ കാണുന്ന MRP വില കട്ട് ചെയ്തുകൊണ്ട് ഒരു വില ഇട്ടുകൊണ്ട് കാണുന്ന ഒരു ഏർപ്പാടില്ല, അതുപോലുള്ള ഏർപ്പാടാണിത്. യഥാർത്ഥത്തിൽ അതിൻ്റെ MRPയിൽ 10 അല്ലെങ്കിൽ 15% കുറവ് വരുത്തിയിട്ടായിരിക്കാം വിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില അതിനും എത്രയോ താഴെയായിരിക്കും. അപ്പോൾ വ്യാപകമായ പരസ്യം നൽകി ഒരു ഹൈപ്പ് ഉണ്ടാക്കി അങ്ങനെ മൊത്തത്തിൽ മാർക്കറ്റിനെ മൊത്തം ഇതിൻ്റെ പിന്നാലെ ഭ്രാന്തമായി ഓടിക്കുന്ന, IPOൻ്റെ പിന്നാലെ ഓടിക്കുന്ന ഒരു പരിപാടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇത് ഓവർ സബ്സ്ക്രൈബ് ചെയ്യും, കൃത്രിമമായിട്ട് ഇതിൻ്റെ വില കൂടും. ലിസ്റ്റിങ്ങിന് ശേഷം കുറേ കഴിഞ്ഞാൽ ഇത് തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് IPO കഴിഞ്ഞ് സ്റ്റോക്ക് സെറ്റിലായി അത് ശരിക്കും എസ്റ്റാബ്ലിഷ്ഡായി അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂയിലേക്ക് തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്നു കൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും IPO ചാടിക്കയറിയിട്ട് നമ്മൾ തിരക്കിട്ടുകൊണ്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ക്രിപ്റ്റോ കറൻസിയാണ്. യാതൊരു ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത ഒരു അസറ്റാണ് ക്രിപ്റ്റോ. ആളുകൾ അത് വാങ്ങുന്നത് കൊണ്ടാണ് അതിന് ഡിമാൻഡ്. അപ്പോൾ അതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്. അതിന് പിന്നിൽ ഒരു ബിസിനസ്സോ എന്തെങ്കിലും അനലൈസ് ചെയ്യാനുള്ള ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടുകളോ ഒന്നുമില്ല. അതിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ചൂതാട്ടത്തിന് സമാനമായ ഒരു സ്പെക്കുലേഷൻ അഥവാ ബെറ്റിംഗ് അതിൽ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നാളെ മറ്റേതൊരു കരസ്യം പോലെ ഇടപാടുകൾക്ക് ലോകം ക്രിപ്റ്റോയെ ആശ്രയിക്കുന്ന ഒരു ഘട്ടം വന്നാൽ, ഒരു പക്ഷേ ഡോളറിനെ പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയെ പോലെ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവുകയാണെങ്കിൽ ആ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ലോജിക്കുണ്ട്. ഇപ്പോൾ ഏതായാലും അതിലെന്ത് ലോജിക്കാണുള്ളത്? യാതൊരു അടിസ്ഥാനപരമായ ബിസിനസ്സൊന്നും ഇല്ലാത്ത, യാതൊരു ഇൻട്രിൻസിക് വാല്യൂവും ഇല്ലാത്ത ഒരു സാധനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തികച്ചും വിഡിത്തമാണ്. അപ്പോൾ ഈ 10 ഓപ്ഷനുകൾ നിങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണുക. ഇത് നിങ്ങളുടെ മനസ്സിലെപ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സസ്റ്റൈനബിളായ അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു റിട്ടേണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നാം ലോങ് ടൈം ഹൊറൈസൺ മനസ്സിൽ കണ്ടുകൊണ്ട് ഫണ്ടമെൻ്റൽ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.